ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൂടാതെ ഒരു സിനിമയുടെ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. അത് ഏതാ സിനിമ എന്ന് കൂടി നോക്കാം. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം 9-ാം തീയതിയാണ്. ഇന്ന് ശരിക്കും OTT വിസ്ഫോടനം തന്നെയായിരുന്നു. OTT റിലീസ് പൂരം തന്നെയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 16 സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച ആഗസ്റ്റ് മാസം 2-ാം തീയതി സിനിമകളൊന്നുമില്ലായിരുന്നു. ചില്ലറ സിനിമകൾ വന്നിട്ടുള്ളായിരുന്നു. മെയിനായിട്ടുള്ള സിനിമകളൊന്നുമില്ലായിരുന്നു. പക്ഷേ എല്ലാം കൂടിയും ഈ ഒരാഴ്ച വന്നു എന്നുള്ളതാണ്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് മൂവിയാണ്. ദ ബർത്ത്ഡേ ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ചന്തു ചാമ്പ്യൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. റെന്റ് ഓപ്ഷനിലായിരുന്നു ആമസോൺ പ്രൈമിൽ വന്നിരുന്നത്. റെന്റ് ഓപ്ഷൻ മാറി ഇന്ന് ഈ സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു ബാക്കപ്പ് ചാനൽ എന്നുള്ള രീതിയിൽ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ എന്താ പറയുക, ഈ ഒരു ചാനലിൽ ചിലപ്പോൾ 90 ദിവസത്തിന് ശേഷം ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചാനൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ തുടങ്ങി വെക്കുന്ന ഒരു ചാനലാണ്. അതിൽ ബെസ്റ്റ് ത്രില്ലർ സിനിമകൾ, അതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടില്ല. എന്തായാലും നാളെ മുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. എന്തായാലും ആ ഒരു ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നാളെ മുതൽ അതിൽ വീഡിയോസ് വരുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ OTT അപ്ഡേറ്റുകളും റിവ്യൂസും, മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ആപ്പിൾ TV പ്ലസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. മിഷൻ ക്രോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു കോമഡി ഹൊറർ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇംഗ്ലീഷ് മൂവിയാണ്. ലിസ ഫ്രാങ്കസ്റ്റീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇംഗ്ലീഷ് ഭാഷയിലും ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഡോഗ്മാൻ എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡോഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ക്രൈം മൂവിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്. 11 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു ടൈം ട്രാവൽ സീരീസ് ആണ്. സിഗ്നൽ എന്ന് പറഞ്ഞൊരു കൊറിയൻ സീരീസിന്റെ റീമേക്കാണ് ഈ ഒരു സീരീസ്. ഈ സീരീസ് കാണണം എന്ന് വിചാരിക്കുന്ന സീരീസ് ആണ്. സിഗ്നൽ ഞാൻ കണ്ടതാണ്. കണ്ടു കഴിഞ്ഞാൽ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ. മറ്റു ഭാഷയിൽ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നുകൂടായികയില്ല. എന്തായാലും വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും സബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് ഒരു ഹിന്ദി സീരീസ് തന്നെയാണ്. ലൈഫ് ഗിൽ ഗെയ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു കോമഡി സീരീസ് ആണ്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഫിർ ഐ ഹസീൻ ദിൽറുബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിനിമ ഞാൻ കണ്ടു. നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നു. നാളെ ഈ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അടുത്തത് സഞ്ജയ് ദത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ഗുഡ് ചാടി എന്ന് പറഞ്ഞ സിനിമ. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു ഹിന്ദി മൂവി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഹൊറർ മൂവിയാണ്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 7G ദ ഡാർക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ കമലഹാസന്റെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. 2 മണിക്കൂറും 45 മിനിറ്റുള്ള ഫയലാണ് ഇതിൽ വന്നിട്ടുള്ളത്. തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് 3 മണിക്കൂറിൽ മുകളിലുണ്ടായിരുന്നു സിനിമയുടെ ദൈർഘ്യം വരുന്നത്. കട്ട് ചെയ്ത വേർഷനാണ് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ള സിനിമയാണ് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ട്. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ടർബോ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം സിനിമ. മൾട്ടി ലാംഗ്വേജിൽ സോണി ലിവിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു സർപ്രൈസ് റിലീസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു സർപ്രൈസ് റിലീസ് ഉണ്ടാവുന്നുള്ളത്. ഗോളം എന്ന് പറഞ്ഞ സിനിമ സർപ്രൈസ് റിലീസ് ചെയ്തു ആമസോൺ പ്രൈമിൽ.
എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയുടെ ഒക്കെ റിവ്യൂസ് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇപ്പോൾ ഓൾറെഡി ഇന്ന് ആഗസ്റ്റ് മാസം 9-ാം തീയതി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇത് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ നോക്കാം. ഒരു മലയാള സിനിമയാണ്. വിൻസി അലോഷ്യസ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീക്ക്, അതായത് 16-ാം തീയതി ആയിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്ത് കേൾക്കുന്നത്. എന്തായാലും കമ്മിങ് സൂൺ പോസ്റ്റർ വന്നതുകൊണ്ട് സാറിനൊരു കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യിക്കാറുണ്ട്. നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ആഴ്ച പ്രാപ്പട എന്ന് പറഞ്ഞ സിനിമയാണ് റിലീസ് ചെയ്തത്. അടുത്ത ആഴ്ച പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞ മലയാള സിനിമയായിരിക്കും സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലെയൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്. ഏതൊക്കെ സിനിമകളുടെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ബാക്കപ്പ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും